സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയാണിത്. ഇതിടാൻ താമസിച്ചത് ഇച്ചിരി സമയക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചും ബുള്ളിയൻ വെച്ചുള്ള റോസ് സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കുന്നതിന് ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനിൻ്റെ മുകളിൽ ഈ കോയിൻ വെച്ചിട്ട് ആദ്യം മുകളിലൊന്ന് വരയ്ക്കണം. പിന്നെ ആ കോയിൻ ഇത്തിരി കൂടെ ഒന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു ചന്ദ്രക്കല പോലെ നമ്മൾ വരച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഇങ്ങനെ തയ്ക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആ എൻഡ് വരെ വരയ്ക്കാം. എന്നിട്ട് അതൊന്ന് കാണിച്ചു തരാവേ. ഇതാ കണ്ടോളൂ. ഇനി ഇത് തയ്ച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെയൊന്ന് തയ്ക്കാം. ഇങ്ങനെയൊന്ന് തയ്ച്ചിട്ട് പിന്നെ ആ തുണി നമുക്കൊന്ന് തിരിച്ച് വെച്ച് മുകളിൽ നിന്ന് താഴോട്ട് തയ്ക്കാം. തുണി ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് തയ്ക്കണം. മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആ സൂചിയുടെ മുകളിൽ കൂടിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം. നൂല് ചുറ്റിയെടുത്തിട്ട് അപ്പോൾ അതിനൊരു കെട്ടാണ് വീഴുന്നത്. ആ കെട്ട് മുകളിലോട്ടാക്കണം. നൂലിങ്ങനെ പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ. ഇനി വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് ഇത് തയ്ച്ചിട്ട് നൂല് ഒന്ന് ചുറ്റണം സൂചിയുടെ മുകളിൽ കൂടെ. എന്നിട്ടത് ആ കെട്ട് മുകളിൽ വരത്തക്ക രീതി ഇങ്ങനെ പിടിക്കണം. ഇനി ഇതെല്ലാം തയ്ച്ചെടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ പല കളറിലെ ത്രെഡ് ഇട്ടാണിത് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കണ്ടോളൂ. ഇനി അടുത്ത സ്റ്റിച്ച് ബുള്ളിയൻ ഉപയോഗിച്ച് റോസ് ഫ്ലവർ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ബുള്ളിയൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനൊരു ഫ്രെയിമൊക്കെ വെച്ചായിരുന്നു. ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ഈ ഫ്രെയിം അങ്ങോട്ട് ഇതിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നില്ല. കാര്യം ഇതങ്ങ് ഏറ്റവും എൻഡ് പോർഷനിലായതുകൊണ്ട് പിന്നെ ഞാൻ ആ ഫ്രെയിം അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ ബുള്ളിയൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് ആയതുകൊണ്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അതതിൻ്റെ നടുക്ക് ഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഒരു 5-6 ചുറ്റണം. അത് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ 4 വശവുമാണ് നമ്മൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇത് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇച്ചിരി ഒന്ന് കുത്തിയെടുത്തിട്ട് അതിലൊരു 20 പ്രാവശ്യമെങ്കിലും അതൊന്ന് നൂലിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. നൂലിങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് തയ്ക്കാം. ഇനി ഇതിൻ്റെ ചുറ്റിലും ഇതേപോലെ തയ്ച്ചാൽ മതി. ഒരു 5-6 എണ്ണം ഇതേപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിനെ തയ്ച്ചാൽ മതി. അപ്പോൾ നല്ല റോസ് ഫ്ലവർ പോലെ തന്നെ കിട്ടും.
ഇതാ ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിന് 2 ലീവ്സും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ അത് തീരും കേട്ടോ. അപ്പോൾ ഇനി ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു, ബേസിക് സ്റ്റിച്ചസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ പടമൊക്കെ വരച്ചിട്ട്, ഫ്ലവറിൻ്റെ പടമൊക്കെ വരച്ചിട്ട് നമുക്കിനി ഫ്ലവറും ലീഫും ഒക്കെ അല്ലാതെ തന്നെ തയ്ക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റെം സ്റ്റിച്ചും തയ്ച്ചു, അതിന് 2 ലീവ്സും തയ്ക്കുക കേട്ടോ. ഇതായിപ്പം കുറച്ചധികം റോസ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.